നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റാന്നിയിൽ വൺ വേ അനിവാര്യമോ? അനിവാര്യമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ്. റാന്നി മാമുക്കുപാലം അപകടാവസ്ഥയിൽ. റാന്നി പുസ്തകമേളയിൽ തിരക്കേറി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റാന്നിയിൽ വൺ വേ അനിവാര്യമോ? ചർച്ച തുടരുന്നു. റാന്നിയുടെ വികസന കുതിപ്പിന് ഗതാഗത പരിഷ്കാരം ഉടൻ ഉണ്ടാവണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ്. റാന്നി, പഴവങ്ങാടി, അങ്ങാടി പഞ്ചായത്തുകളുടെ സംഗമമാണ് റാന്നി. നഗരഹൃദയത്തിൽ തന്നെ 3 ടൗണുകൾ: ഇട്ടിയപ്പാറ, മാമുക്ക്, റാന്നി. പ്രവൃത്തി ദിവസങ്ങളിൽ വാഹനാധിക്യം മൂലം നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധമാണ് ഇവിടുത്തെ തിരക്ക്. അനുദിനം വർദ്ധിച്ചു വരുന്ന തിരക്കിന് താമസം വിന പരിഹാരമുണ്ടാകണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗവും CPM നേതാവുമായ എസ് ഹരിദാസിന്റെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും താലൂക്ക് ഓഫീസ്, സർക്കാർ ഓഫീസ്, ആശുപത്രി, വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം ഉള്ള നമ്മുടെ റാന്നി താലൂക്ക് ആസ്ഥാനത്തിൽ, താലൂക്ക് കേന്ദ്രത്തിൽ ഇന്ന് ജനങ്ങൾ ഈ ഗതാഗത കുരുക്ക് മൂലം വളരെയധികം പ്രയാസമാണ് അനുഭവിക്കുന്നത്. ബ്ലോക്ക് പടിയിൽ നിന്ന് നമുക്ക് ഇട്ടിയപ്പാറയിലോ പേട്ടയിലോ ഓടിയെത്താൻ കഴിയുന്നില്ല. അത്രമാത്രം വാഹന തടസ്സമാണ് നമ്മുടെ റാന്നി കേന്ദ്രത്തിൽ ഉണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വൺ വേ അനിവാര്യമാണ്. ഇവിടെ വൺ വേ വരുന്നതിന് ചില ആളുകൾ എതിർക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വൺ വേ വന്നാൽ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനും വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് കൃത്യമായി വന്ന് കച്ചവടം നടത്താനും വ്യാപാരികൾക്കും അതുവഴി നല്ല പ്രയോജനം ഉണ്ടാകുന്നത്. അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ വേഗം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് എല്ലാ വിഭാഗം ആളുകളും വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വൺ വേ സമ്പ്രദായം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയൂ. അടുത്ത കാലത്തായി റാന്നിയിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. റാന്നി ടൗണിൽ താലൂക്ക് ആശുപത്രി, ഇട്ടിയപ്പാറയിൽ KSRTC സബ് ഡിപ്പോ തിരക്കേറാനുള്ള കാരണങ്ങളും പലതാണ്. ഇതനുസരിച്ച് വളരുന്ന റാന്നിയുടെ മുഖച്ഛായ മാറ്റാൻ ഗതാഗത പരിഷ്കാരവും വൺ വേ സിസ്റ്റവും അനിവാര്യമാണെന്നാണ് എസ് ഹരിദാസിന്റെ അഭിപ്രായം. ചിരി കളിയാക്കലല്ല, പകരം ആയുസ് വർദ്ധിപ്പിക്കുന്നതാണെന്ന് ചിരിയുടെ രാജകുമാരൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തായുടെ അഭിപ്രായം. റാന്നി ഫാസിന്റെ ഭാഗമായി നടന്ന ചിരിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയറ് നിറച്ച് നല്ല ഭക്ഷണം കഴിച്ചാൽ ആയുസ് വർദ്ധിക്കില്ല, എന്നാൽ രോഗത്തിനടിമയാകുകയും ചെയ്യും. ചിരി മനുഷ്യന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യന് ഓർമ്മ വർദ്ധിപ്പിക്കുന്നത് പുസ്തകങ്ങളാണെന്നും വലിയ മെത്രാപ്പോലിത്ത അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് പുസ്തകം എന്തിനാണെന്ന് പറഞ്ഞാൽ അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധത്തിലേക്ക് പോകുന്നത്. ഇപ്പം ഇനി ഇതൊക്കെ നടക്കും, നിങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് പറയും നല്ലതായിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ മറവി ഉള്ളിടത്തോളം കാലം പുസ്തകം ഇല്ലെങ്കിൽ സംഗതി പോയപ്പോൾ ഒരു പള്ളിക്കൂടം അടച്ചു കഴിഞ്ഞൊരു കുട്ടി വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, അവധി ആയോ? ആയി. ഇനി എത്ര ദിവസത്തെ അവധിയാണ്? ആ കുട്ടി പറഞ്ഞു 65 ദിവസത്തെ അവധി. ഉടനെ അമ്മ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ. മനസ്സിലാകുന്നു എന്തിനാ അവധി? അമ്മമാര് ദൈവത്തെ വിളിക്കാം. എന്നാൽ ഈ പുസ്തകത്തിൽ 2-3 വാങ്ങിച്ച് അവർക്ക് ഇഷ്ടമുള്ളവ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കണം. അന്നേരം നിങ്ങൾ തലേ കൈവെക്കാതെ തമ്പുരാനെ എന്ന് പറയും. അങ്ങനെ ഈ അവധി ആരംഭിച്ചപ്പോൾ, പുസ്തകമേള ആരംഭിച്ചത് റാന്നിക്കാരുടെ ബുദ്ധിയാണ്. തോമസ് മാമൻ അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭ രാജേഷ് K. പുതുമന, TS ചിഞ്ചു എന്നിവരും ചിരിയരങ്ങിൽ പങ്കാളികളായി.
പ്രൊഫസർ എം ജി വർഗീസ്, AT സതീഷ്, റോയ് തോമസ്, ബിനു എസ് നായർ, ലാൽ വിളംബരം എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രസിദ്ധ കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യുവിന്റെ വരയരങ്ങും ശ്രദ്ധേയമായി. വേദിയിൽ നിന്നും സദസ്സിലേക്ക് ഇറങ്ങിയിരുന്ന വരയരങ്ങ് വീക്ഷിച്ച വലിയ മെത്രാപ്പോലീത്തയുടെ കാർട്ടൂൺ ചിത്രം വരച്ചുകൊണ്ടാണ് ഷാജി മാത്യു വരയരങ്ങിന് തുടക്കമിട്ടത്. പിന്നീട് പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ കഥാപാത്രങ്ങളായ ചെമ്പൻ കുഞ്ഞിനും ചക്കിക്കും തൃക്കുന്നപ്പുഴ കടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനേകിയതും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നി മാമുക്ക് കേന്ദ്രമാക്കി ഫ്രാഗ്രൻസ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു. ഏഷ്യാനെറ്റിലെ കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ രുദ്രൻ എന്ന കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കിയ നടൻ ഷാനവാസ് ഫ്രാഗ്രൻസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ 2 വർഷമായി മാമുക്ക് ജംഗ്ഷനിൽ കണ്ണന്താനം ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന ഫ്രാഗ്രൻസ് ബ്യൂട്ടി പാർലറിന്റെ നവീകരിച്ച ഷോറൂമാണിത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ഏഷ്യാനെറ്റ് സീരിയൽ കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കിയ നടൻ ഷാനവാസ് നിർവഹിച്ചു. എന്നെ പരിഗണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനെല്ലാം നന്ദിയും നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നത്. പിന്നെ അതിലേറെ ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി പാണ്ഡ്യത്ത്, അനിത അനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് തോമസ് കുട്ടിമണിമലേ, അങ്ങാടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് മാത്യു, റോജി കെ ജേക്കബ്, അജു വളഞ്ഞാന്തുരുത്തിൽ, റവറന്റ് ബിജേഷ് റിവൈവൽ, പ്രൊപ്പറേറ്റർ ബിനു ഫ്രാഗ്രൻസ് എന്നിവരും സന്നിഹിതരായിരുന്നു. എല്ലാവരും വളരെ ആഗ്രഹിക്കുന്നതാണ് സൗന്ദര്യം എന്നുള്ളത്. അതിന് അനേകർക്കും സൗന്ദര്യം കൊടുക്കുവാൻ തക്കവണ്ണം ഈ ബ്യൂട്ടി പാർലർ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തിക്കുവാനിടയായി. കല്യാണപ്പെണ്ണിനെ സുന്ദരിയാക്കുക, അതുപോലെ തന്നെ സൗന്ദര്യം കുറഞ്ഞവർക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ മറ്റുള്ളവർ ആഗ്രഹിക്കത്തക്കവണ്ണം സൗന്ദര്യം വരുത്തുന്ന ഈ ബ്യൂട്ടി പാർലർ ഈ പ്രദേശത്ത് ഉത്തരോത്തരം വളർന്നു വരുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സൗന്ദര്യം വലിയ ഇഷ്ടമാണ്, സൗന്ദര്യമുള്ളവരെ ഇഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ ഒരു തിലകക്കുറിയാകട്ടെ. ഇവിടെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഫ്രാഗ്രൻസ് ബ്യൂട്ടി പാർലർ വളരെ വിപുലമായ രീതിയിൽ ഒരു റൂം കൂടെ എടുത്ത് ജെൻസിനും അതുപോലെ തന്നെ ലേഡീസിനും എല്ലാവർക്കും കൂടി വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ബ്യൂട്ടി പാർലറായിട്ട് വളരെ വിപുലീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു തിലകക്കുറിയായിട്ട് റാന്നിക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. അദ്ദേഹത്തിന് കൈക്ക് ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് അദ്ദേഹത്തോടുള്ള നന്ദി നമ്മുടെ വ്യാപാരി വ്യവസായി, ഞങ്ങളുടെ സംഘടനയായ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നാമത്തിൽ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേള. മനസ്സിലെ മുത്തപ്പൂവായി സന്തോഷമേ ചിങ്കു സിൽക്സ്, സെൻട്രൽ ജംഗ്ഷൻ, റാന്നി. വൈശാഖ് ജുവലേഴ്സ്, പരിശുദ്ധമായ സ്വർണം വിശ്വസ്തരിൽ നിന്നും. പരസ്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ആഭരണത്തിലും BIS ഹോൾമാർക്ക് മുദ്രയുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് ലൈസൻസ് ഉള്ള റാന്നിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല വൈശാഖ് ജുവലേഴ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 226073. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പുന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. നിങ്ങളുടെ സ്വപ്ന വീടിന്റെ മനോഹരമായ പൂർത്തീകരണത്തിന് ഡ്രീംസ് ബിൽഡേഴ്സ്.
നിങ്ങളുടെ ജീവിതത്തിന് ഐശ്വര്യപൂർണ്ണമാക്കാൻ വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിക്കുന്ന വീട് തന്നെ ഉണ്ടാവണം. ആ സ്വപ്ന ഗൃഹ നിർമ്മാണത്തിന് റാന്നിയിൽ ഡ്രീംസ് അല്ലാതെ മറ്റാരുണ്ട്? ഡ്രീംസ് ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് AC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ചെത്തോങ്കര, റാന്നി. ഫോൺ 04735225063. മൊബൈൽ 9847977947, 9645444961. വെബ്സൈറ്റ് www.dreamsassociates.com. നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഡ്രീംസ് മാട്രിമണി. മൊബൈൽ 9747581555, 04735225063. നിങ്ങൾക്കാവശ്യമായ വീട്, വസ്തു എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഞങ്ങളുടെ സേവനം ഇതേ കുടക്കീഴിൽ നിന്നും ലഭ്യമാണ്. ഡ്രീംസ് റിയൽ എസ്റ്റേറ്റ്സ്. ഫോൺ 04735225063. മൊബൈൽ 9747581555. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങി വരാം. റാന്നി മാമുക്ക് പാലം അപകടാവസ്ഥയിൽ. തൂണുമായി ബന്ധിച്ചിരുന്ന കോൺക്രീറ്റ് ഗർഡർ ഇളകി മാറിയ നിലയിലാണ് ഇപ്പോൾ. ഒരു റിപ്പോർട്ട്. റാന്നി തിരുവല്ല റൂട്ടിലാണ് മാമുക്ക് പാലം. അങ്ങാടി പഴവങ്ങാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് വലിയ തോടിനു കുറുകെയാണ് മാമുക്ക് പാലം നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിരിക്കുന്ന പാലം അപകടാവസ്ഥയിലായപ്പോഴാണ് മറ്റൊരു പാലം കൂടി നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. പുതിയ പാലം നിർമ്മിച്ചെങ്കിലും ഗതാഗതം സുഗമമാക്കുന്നതിനായി ഇവിടെ വൺ വേ സംവിധാനം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അങ്ങാടിയിലേക്കുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും ടൗണിലൂടെയുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് കടത്തിവിട്ടത്. പുതിയ പാലം നിർമ്മിക്കുന്ന സമയം പഴയ പാലത്തിന്റെ തൂണുകൾ ബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 തട്ടുകളിലായി 1 മീറ്ററോളം കനത്തിൽ തൂണുകൾ കോൺക്രീറ്റ് ചെയ്താണ് ബലപ്പെടുത്തിയത്. എന്നാൽ കോൺക്രീറ്റ് പൊളിഞ്ഞതോടെ പഴവങ്ങാടിക്കരയിലെ തൂണിന്റെ അടിത്തറ തെളിഞ്ഞു കാണാം. ഇവിടെ അനിയന്ത്രിതമായി നടക്കുന്ന മണൽവാരൽ മൂലം തോടിന്റെ അടിത്തട്ട് 5 മീറ്ററോളം താഴ്ന്നിട്ടുണ്ട്. പാലത്തിന്റെ അടിത്തട്ടിലെ കോൺക്രീറ്റ് തകരാൻ കാരണം മണൽവാരലാണെന്ന് പറയപ്പെടുന്നു. നിരവധി വാഹനങ്ങൾ പാർക്ക് ഇതിലേ പോകുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ തന്നെ ഭീതിയിലാണ്. നടന്നു വന്നവർ വളരെ ഭീതിയിലാണ്. പാലത്തിന് വീതിയില്ലാത്ത കാരണം കൊണ്ട് ഇതില്ലാത്തതുകൊണ്ട് വണ്ടി ഇന്ന് നിത്യേന ബ്ലോക്ക് ആകുന്നുണ്ട്. അപകടങ്ങൾ നിത്യേന ഉണ്ടാകുന്നുണ്ട്. അതേ കാലം ഇതുവരെ നോക്കിയിട്ടില്ല. പാലത്തിനടിയല്ല ആ പഴയ തീർത്തും പോയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, റാന്നി. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ജില്ലാ ഓഫീസിൽ നിന്നും മരുന്നുകളും മറ്റും കുന്നന്താനം ഓഫീസിലേക്ക് മാറ്റാനുള്ള അധികൃതരുടെ നീക്കം നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു. കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ചൊവ്വാഴ്ച രാവിലെയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ജില്ലാ ഓഫീസിൽ നിന്നും മരുന്നുകളും മറ്റ് സാധനങ്ങളും തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. വിവരമറിഞ്ഞെത്തിയ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ AS സുരേഷ് കുമാറും കൗൺസിലർ അനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് നാട്ടുകാർ കോർപ്പറേഷൻ അധികൃതരുടെ ശ്രമം തടഞ്ഞത്. ഒരു കാരണവശാലും കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനം പത്തനംതിട്ടയിൽ നിന്നും മാറ്റാൻ അനുവദിക്കുകയില്ലെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. പിന്നീട് നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകരനുമായി ചർച്ച നടത്തി. കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രവർത്തനം പത്തനംതിട്ടയിൽ നിന്നും മാറ്റുകയില്ലെന്ന് ഉറപ്പ് ലഭിച്ചതായി അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ പറഞ്ഞു. ഇവിടെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മരുന്നുകൾ കുന്നന്താനം ഓഫീസിലേക്ക് മാറ്റാൻ മാത്രമാണ് ലക്ഷ്യമെന്ന് കോർപ്പറേഷൻ ജില്ലാ മാനേജർ മഞ്ജു ജേക്കബും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 15 വർഷം സേവനം പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, എയ്ഡഡ് സ്കൂൾ കോളേജ് ജീവനക്കാർക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും LTC പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ജീവനക്കാരന്റെ ഭാര്യ, ഭർത്താവ്, അവിവാഹിതരായ കുട്ടികളും ഈ ആനുകൂല്യത്തിന് അർഹരാണ്. പരമാവധി 15 ദിവസം ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി 6500 കിലോമീറ്റർ ദൂരം വരെ ഉള്ള സ്ഥലം സന്ദർശിക്കാം. അർഹതയനുസരിച്ച് മുഴുവൻ വിമാന, ട്രെയിൻ, ബസ് യാത്രാ നിരക്കും ലഭിക്കും. ഇത് സംബന്ധിച്ച് ഉള്ള ഉത്തരവ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ലഭ്യമാണ്. ഒരിടവേള കൂടി. മെൽറോസ് കിച്ചനെറ്റ് AC ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, റാന്നി. ആധുനികവും ആഢ്യത്വവും അഴകും ചേർന്ന് അടുക്കളയെ അണിയിച്ചൊരുക്കുവാൻ മെൽറോസ് കിച്ചനെറ്റ്. ലോകോത്തര ബ്രാൻഡുകളായ ഫാബർ, സ്ലീക്ക്, അയനോക്സ്, ഫ്രാങ്കെ, ഉഷ തുടങ്ങിയവയുടെ റാന്നിയിലെ അംഗീകൃത വിതരണക്കാർ. മെൽറോസ് കിച്ചനെറ്റ്. ആധുനിക അടുക്കളയ്ക്ക് വേണ്ട എല്ലാവിധ ആക്സസറീസും അപ്ലയൻസസിനും സമീപിക്കുക. മെൽറോസ് കിച്ചനെറ്റ് AC ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, റാന്നി. മൊബൈൽ 8589005717, 9446055717.
വൈറ്റ് മാർട്ട് സാഫല്യ സൂപ്പർ ഷോപ്പി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ വൈറ്റ് മാർട്ടിന്റെ സേവനം ഇനി വടശ്ശേരിക്കരയിലും. LED, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, മിക്സി, ഗ്രൈൻഡർ, നിങ്ങളുടെ സ്വപ്നം എന്തായാലും അത് സഫലമാക്കുവാൻ ഇന്ന് തന്നെ സാഫല്യ സന്ദർശിക്കുക. LG, ടോഷിബ, വേൾപൂൾ, സോണി, ഗോദ്രേജ്, ബട്ടർഫ്ലൈ, വീഗാർഡ് ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. കുറഞ്ഞ വിലയും വിപുലമായ ശേഖരവും ഞങ്ങളുടെ സവിശേഷത. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകളും. എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളുടെ പെരുമഴയും. വൈറ്റ് മാർട്ട് സാഫല്യ സൂപ്പർ ഷോപ്പി, വടശ്ശേരിക്കര. ഫോൺ 9744873397. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന മലനാട്ടിലെ ആദ്യത്തെ ജ്വല്ലറിയാണ് ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ സ്വർണത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയാ. ഇത്ര ആദായകരമായി 916 ഹാൾമാർക്ക് സ്വർണം മറ്റെങ്ങും ലഭിക്കില്ല. അതാ പറഞ്ഞത് ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങാൻ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പത്തനംതിട്ട, റാന്നി, മുക്കുട്ടുത്തറ, ചിറ്റാർ. അതാ ബുദ്ധി. നോ പാർക്കിംഗ്, നോ പാർക്കിംഗ്, നോ പാർക്കിംഗ്. ഇത് കണ്ടു മടുത്തു. അതെല്ലാം മറന്നേക്കൂ. ഇപ്പോൾ ഇത് റാന്നിയിൽ ആദ്യമായി മാതാ സിൽക്ക് ഹൗസ് നൽകുന്നു വാലറ്റ് പാർക്കിംഗ്. നിങ്ങളുടെ വാഹനം ഞങ്ങൾക്ക് കൈമാറി ടെൻഷൻ ഇല്ലാതെ ഷോപ്പിംഗ് ആസ്വദിക്കൂ. ഷോപ്പിംഗ് കഴിഞ്ഞാലുടൻ വാഹനം നിങ്ങളുടെ കൺമുമ്പിൽ. അതുമല്ലെങ്കിൽ ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഷോപ്പിലേക്ക് നിങ്ങളെ എത്തിച്ച് തിരികെ എത്തിക്കുന്ന പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം. ഇനി ഷോപ്പിംഗിന് യാതൊരു ടെൻഷനുമില്ല. പാർക്കിംഗിനായി വിളിക്കൂ 9495963111, 9495963222, 9495963555, 9495963666. എന്നും എപ്പോഴും സേവനപാതയിൽ ഒരു ചുവട് മുന്നിൽ. മാതാ സിൽക്ക് ഹൗസ്, ഇട്ടിയപ്പാറ, റാന്നി. ഏവർക്കും മാതാ സിൽക്ക് ഹൗസിന്റെ ഈസ്റ്റർ ആശംസകൾ. വാർത്തകൾ തുടരുന്നു. റാന്നി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫിലിം ആൻഡ് ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തകമേളയിൽ തിരക്കേറി. മധ്യവേനൽ അവധിക്കായി സ്കൂളുകളും അടച്ചതോടെ കുട്ടികളുടെയും തിരക്കാണ് മേളയിൽ അനുഭവപ്പെടുന്നത്. റാന്നി ഇട്ടിയപ്പാറയിലെ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയമാണ് പുസ്തകമേളയ്ക്ക് വേദിയായത്. SK പൊറ്റക്കാട് എന്ന് പേരിട്ടിരിക്കുന്ന വേദിയിൽ സംസ്ഥാനത്തെ എല്ലാ പ്രശസ്തരായ പ്രസാധകരുടെയും സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചൂടാറാപ്പെട്ടി എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി ബാബുരാജ് പറഞ്ഞു. റാന്നി ഫാസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച പുസ്തകമേളയിൽ അപ്രതീക്ഷിതമായി തന്നെ റാന്നിയിലെ ജനങ്ങൾ ഇതിനെ ഈ മേളയെ വളരെ നന്നായിട്ട് തന്നെ നോക്കി കാണുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകങ്ങൾ, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ ഈ ചൂടാറപ്പെട്ടി ഇന്ധന ക്ഷമതയ്ക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്ന ചൂടാറപ്പെട്ടികൾ, പിന്നെ സ്ത്രീകൾ വെളിച്ചെണ്ണയിലുണ്ടാകുന്ന ശുദ്ധമായ സോപ്പുകൾ, ഇങ്ങനെ നിരവധി ഈ പുസ്തകത്തോടനുബന്ധിച്ചാണ് ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടു പോകുന്നത്. എന്തായാലും റാന്നി ജനങ്ങളുടെ ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ ഇത് വളരെ ഓരോ ദിവസം കഴിയുന്തോറും ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു 50,000 രൂപയ്ക്ക് അധികമുള്ള പുസ്തകമാണ് വിറ്റഴിഞ്ഞു പോകുന്നത്. DC ബുക്സ്, NBS, കറണ്ട് ബുക്സ്, ചിന്ത, മാതൃഭൂമി, മനോരമ, പൂർണ്ണ, ഗ്രീൻ ബുക്സ്, പ്രഭാത്, ഒലീവ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഉണ്മ തുടങ്ങിയ നിരവധി സ്റ്റാളുകൾ മേളയെ സമ്പന്നമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നി അഞ്ചുകുഴി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റി നേതൃത്വത്തിൽ ഈസ്റ്റർ കാരുണ്യ സംഗമം നടത്തി. ദിവ്യകാരുണ്യാശ്രമത്തിൽ നടന്ന ഈസ്റ്റർ സംഗമം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. റാന്നി മലയാളി അസോസിയേഷൻ UK ചാപ്റ്ററിന്റെ സഹായത്തോടെയാണ് ഈസ്റ്റർ കാരുണ്യ സംഗമം സംഘടിപ്പിച്ചത്. അഞ്ചുകുഴി ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യാശ്രമത്തിൽ രാജു എബ്രഹാം MLA കാരുണ്യ സംഗമം 2013 ഉദ്ഘാടനം ചെയ്തു. അതിലും മഹത്തായ എല്ലാവരും ഉപേക്ഷിക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരാനും സംരക്ഷിക്കാനും തങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ വളർത്താനും എല്ലാം കഴിയുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് ബ്രദർ ജോസഫിന്റെ ഈ നേതൃത്വം
അതിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാവും. ബ്രദറിനെ സഹായിക്കാൻ ഇവിടെ മറ്റാളുകളുണ്ട്, നഴ്സായി ജോലി ചെയ്യുന്ന, ഇങ്ങനെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറെ ആളുകൾ. തീർച്ചയായിട്ടും ഗുഡ് സമരിറ്റൻ ബെൻസി അച്ഛൻ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടിയ ഗുഡ് സമരിറ്റന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് അതിർത്തികൾ മാറി അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പ്രവർത്തനങ്ങൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റി ചെയർമാൻ ഫാദർ ബെൻസി മാത്യു കിഴക്കിയതിൽ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക്സ് താരം ബോബി അലോഷ്യസും ഭർത്താവും പത്രപ്രവർത്തകനുമായ ഷാജൻ സ്കറിയയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആശുപത്രികൾ കെട്ടിപ്പൊക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് രോഗം വരുന്നവരെ ചികിത്സിക്കാൻ വേണ്ടി ഇന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല. പത്രം തുടങ്ങിയ ഒരു ചാരിറ്റി, ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന നിലയിൽ ഞങ്ങൾ 6 മാസം മുൻപ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. UK തന്നെ സാമൂഹ്യ പ്രവർത്തകരായ 12 പേർ, ഞാൻ ചെയർമാനായ 12 പേര് ട്രസ്റ്റികളായിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. മർത്തോമ സഭ രൂപതാ ട്രഷറർ പ്രൊഫസർ MG വർഗീസ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി രാജീവ്, ആലിച്ചനാറുന്നിൽ, പ്രസാദ് കടവുപുഴ, ജോർജ് ഫിലിപ്പ്, അജു വളഞ്ഞാന്തുരത്തിൽ, ബ്രദർ ജോസഫ് കല്ലറയ്ക്കൽ, ബിനു തെക്കേമുറിയിൽ, ഷാജി ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, റാന്നി. പത്തനംതിട്ട ഊരമ്മൻ കോവിൽ നവഗ്രഹ ഭൈരവക്ഷേത്രത്തിലെ നവഗ്രഹ ഹോമ മഹായജ്ഞത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിര്യാതയായി. റാന്നി നെല്ലിക്കമൺ അരുവിക്കൽ കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ AS വർഗീസിന്റെ ഭാര്യ വത്സ വർഗീസ് നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3-ന് ചമ്പൻമുഖം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേത കുമരകം നെല്ലിക്കുന്നേൽ കുടുംബാംഗമാണ്. മക്കൾ ഡോക്ടർ AV മാത്യു, AV കോശി, എഞ്ചിനീയർ സൗദി, എലിസബത്ത് എന്നിവർ മക്കളും, സിന്ധു ബസേലിയസ് കോളേജ് കോട്ടയം, സാറ സൗദി, ജേക്കബ് മുത്തൂറ്റ് ഫിനാൻസ് അത്തിക്കയം എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റാന്നിയിൽ 1 വേ അനിവാര്യമോ? അനിവാര്യമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം S ഹരിദാസ്. റാന്നി മാമുക്ക് പാലം അപകടാവസ്ഥയിൽ. റാന്നി പുസ്തകമേളയിൽ തിരക്കേറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.